ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രേപ്പ് പേപ്പർ മതി. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ പർപ്പിൾ കളർ ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്തിട്ട് കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. വളരെ സമയമെടുത്ത് സൂക്ഷിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടും. എനിക്ക് നല്ല സമയമെടുത്ത് ചെയ്യുന്നതാണ് ഫാസ്റ്റായി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറേ സമയമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനിതാ സാവധാനം നല്ല സമയമെടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ഞാനിവിടെ ഒരു 3 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാനത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ എടുത്തത് ഒരു സ്റ്റിക്കാണ്. എന്നിട്ടതിനെ ഗ്രീൻ ക്രേപ്പ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഗ്രീൻ ക്രേപ്പ് പേപ്പർ കൊണ്ട് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ സ്റ്റിക്ക് റെഡിയായി. അതിനുശേഷം ഞാൻ കുറച്ച് ലീഫ് ഈ ഗ്രീൻ പേപ്പർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിനാവശ്യമായിട്ടുള്ള എത്രണ്ണാണോ അത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും ഇതുപോലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ പശ തേച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുത്താൽ എത്രയും വേഗം തന്നെ പരിപാടി കഴിയും. പിന്നെ അങ്ങനെ ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഒട്ടി നിന്നോളും. അതിനുശേഷം ഞാൻ ഇതുപോലെ 3 സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്തു. എന്നിട്ട് നേരത്തെ ഒരു യെല്ലോ കളർ ചെയ്തെടുത്തില്ലേ, അത് ഇതുപോലെ ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ അത് റോൾ ചെയ്തെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് പെറ്റൽസ് ഇല്ലേ, ആ പെറ്റൽസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ എടുത്തു വെച്ച ലീഫില്ലേ കട്ട് ചെയ്ത് വെച്ച അതും കൂടി ഒട്ടിച്ചു കൊടുത്താൽ സംഭവം റെഡിയായി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം. കൂടാതെ നിങ്ങൾക്ക് എങ്ങനത്തെ ക്രാഫ്റ്റാണ് ഇഷ്ടമുള്ള കമൻറ്റിൽ പറയാം. അപ്പോൾ എന്തായാലും മറക്കണ്ട, ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ലീഫ് കട്ട് ചെയ്ത സമയത്ത് ഈ പെറ്റൽസിൻ്റെ അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ക്രീപ്പ് പേപ്പർ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അതിനുശേഷം ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പെറ്റൽസൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.